നമസ്കാരം. കാത്തലിക് ഓക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശത്തെ നെയ്യാറ്റിൻകര രൂപതയിലാണ്. നെയ്യാറ്റിൻകര രൂപതയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പുതിയ വിശേഷങ്ങളുണ്ട്. രൂപതയുടെ സഹമെത്രാനായി അഭിമന്യ സെൽവരാജ് പിതാവിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സെൽവരാജ് പിതാവിനോടൊപ്പമാണ്. പിതാവ് നമ്മോടൊപ്പം ചേരുന്നു. പിതാവെ, കാത്തലിക് ഓക്സിലേക്ക് സ്വാഗതം. ഏറെ സന്തോഷമുണ്ട് കാത്തലിക് ഓക്സിനോട് ഒപ്പം പിതാവ് ചേരുന്നതിൽ. ആദ്യം ഈ സന്തോഷം എങ്ങനെ ഇപ്പോൾ പിതാവ് പങ്കുവയ്ക്കുന്നു? കാത്തലിക് ഓക്സിനോടൊപ്പം ആയിരിക്കുന്നതിലുള്ള ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ രൂപതയുടെ വളർച്ചയുടെ പടവുകളിൽ വളരെ ശ്രദ്ധേയമായ പങ്കാണ് ഈ ഒരു മാധ്യമം വഹിച്ചിട്ടുള്ളത്. രൂപതയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലെത്തിക്കുവാൻ, അതുപോലെ ഏറ്റവും വിശേഷപ്പെട്ട വാർത്തകൾ ആദ്യം എത്തിക്കുന്നതിലൊക്കെ കാത്തലിക് ഓക്സ് നൽകുന്ന സംഭാവന അനൽപമാണ്. അതിൽ എനിക്ക് വളരെയേറെ സന്തോഷം. തീർച്ചയായും സന്തോഷം എങ്ങനെ പിതാവ് പങ്കുവയ്ക്കുന്നു ഒരു പുതിയ പദവി എന്നുള്ള രീതിയിൽ? എന്നെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ നിയമനങ്ങളും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ. ഇതുവരെ ഒരു വ്യത്യസ്തമായ നിലയിൽ വൈദികൻ എന്ന രീതിയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടെ കർത്താവിന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ സഹായിയായി ഒരു സഹമെത്രാനായിട്ട് നിയമിക്കപ്പെടുകയാണ്. അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ. സന്തോഷമുണ്ട്, പക്ഷേ അതിലുപരിയായിട്ട് വലിയ ഉത്തരവാദിത്വ ബോധം എന്നെ ശരിക്ക് ഉണർത്തുന്ന ദിവസങ്ങളാണിത് എന്നാണ് ഞാൻ കരുതുന്നത്. പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ പൊക്കം അല്പം കുറവാണ്. അതുപോലെ നമ്മുടെ വരാപ്പുഴയിൽ പുതുതായിട്ട് നിയമിതനായ നമ്മളെ അല്ലെങ്കിൽ പിതാവിനും അല്പം പൊക്കം കുറവാണ്. പക്ഷേ പൊക്കത്തിലല്ല കാര്യം. കുറച്ച് ഈ പ്രവർത്തന മേഖലകൾ എടുക്കുകയാണെങ്കിൽ രൂപതാ ചാൻസലർ, ജുഡീഷ്യൽ വികാർ, നെയ്യാറ്റിൻകര ഫൊറോനയുടെ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര റീജിയൻ്റെ കോർഡിനേറ്റർ, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി രൂപതയുടെ ഈ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ അതിൻ്റെ ഒരു മാനേജറായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ഇത്രയധികം പദവികളും ഒപ്പം ഇടവകയിലെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പിതാവ് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു രൂപതയുടെ അധികാരത്തിൻ്റെ അങ്ങ് അറ്റത്തെ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എങ്ങനെ തോന്നുന്നു? നമുക്ക് വളരെ ഈസിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം നമുക്ക് ശക്തി പകരം നമ്മുടെ പൗരോഹിത്യമാണ്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഒരു അജപാലകനായി ഇടവകളിൽ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ രൂപതയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിലൊക്കെ ആയിരുന്ന ഒരു അനുഭവത്തിൻ്റെതായ ഒരു വലിയ കരുത്ത് നമുക്കുണ്ടല്ലോ. പ്രത്യേകിച്ച് 32 വർഷം ഞാൻ ഇടവക വികാരിയായിരുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ. യേശു എപ്പോഴും ജനങ്ങളുടെ മധ്യയായിരുന്നു കൊണ്ട് സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇടവകകളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഇന്നിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ അലട്ടുന്ന വിഷയങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഞാനെന്നുള്ള എല്ലാ അജപാലകർക്കും സാധിക്കുന്നതാണ്. അതിൽ വളരെ കൂടുതൽ സമയം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ മറ്റ് സ്ഥാനങ്ങളൊക്കെ അത് ഈ ഒരു അജപാലകൻ എന്ന രീതിയിൽ തന്നെയാണ് ലഭിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈവൻ ജുഡീഷ്യറി പോലും നമുക്ക് ജനങ്ങളുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും വിവാഹബന്ധം തകരുന്ന കുടുംബങ്ങൾ, കണ്ണീരിലാഴുന്ന കുടുംബങ്ങൾ അവർ വിട്ടുപോകേണ്ടവരല്ല, അവർ വീണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്ന ഒരു ബോധ്യത്തിൽ അവരുടെ ബന്ധങ്ങൾ, പിന്നീട് വരുന്ന ബന്ധങ്ങളൊക്കെ ഇണക്കി ചേർക്കുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷ. അത് ചെറുതല്ല. സഭയുടെ എനിക്ക് തോന്നുന്നു നീതിന്യായ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ, അത് നമ്മൾ ചാൻസലറായാലും റീജിയണൽ കോർഡിനേറ്ററായാലും വിക്കർ ഫൊറൈനായാലും കോർപ്പറേറ്റ് മാനേജറായാലും വിദ്യാഭ്യാസ ഡയറക്ടറായാലും ഇതിലെല്ലാം തന്നെ നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്.
അവിടെ നിന്ന് നമ്മൾ സ്ഥാപനങ്ങളിൽ വസ്തുക്കളുമായിട്ടല്ലല്ലോ. ഹൃദയബന്ധം ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അവരുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബന്ധം രൂപതയുടെ എല്ലാ തലങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, എന്നെപ്പോലെ തന്നെ മറ്റനേകം വൈദികർക്ക് അതുണ്ട്, ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പുതിയ ഈ സ്ഥാനത്തേക്ക് വരുമ്പോഴും അതെല്ലാം എനിക്ക് കരുത്ത് പകരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പൊതുവായി കേരളത്തിലെ ലത്തീൻ രൂപതകൾ എടുക്കുമ്പോൾ പുതിയ നിയമനങ്ങളാണ്. പലരും മാറിയിട്ട് രാജിവെച്ചിട്ട് പുതിയ ആളുകളിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റമാണ്. പക്ഷേ ഒരു പുതിയ തലമുറയാണ് ലത്തീൻ രൂപതകളിൽ, കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ രൂപതകളിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കോർഡിനേഷൻ കുറച്ചുകൂടെ ഒരു പുതുതലമുറയിലേക്ക് വരുമ്പോൾ പിതാവിനൊരു സന്തോഷം തോന്നുന്നില്ലേ? കാരണം വരുന്നവരെല്ലാം പഴയ ആളുകളുമുണ്ട്, പുതിയ ആളുകളുമുണ്ട് എന്നുള്ള ഒരു സന്തോഷം. കൂടുതലും പുതിയ ആളുകൾ വരുന്നു, സഹമെത്രാന്മാരുണ്ട്. എങ്ങനെ തോന്നുന്നു പിതാവിന്? സഭയിലെ ശുശ്രൂഷയ്ക്ക് ഈ പ്രായമൊക്കെ ഉണ്ട് എങ്കിലും വളരെ ചെറുപ്പത്തിലെ മെത്രാന്മാരായ ഒത്തിരി പേരുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ചിത്രം എന്നുള്ളത് സുസ്വാഗ്യം പിതാവിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിൻസെൻ്റ് സാമുവൽ പിതാവിൻ്റെ, രണ്ടുപേരും 44-46 വയസ്സുകളിൽ മെത്രാന്മാരായിരുന്നു. അവരുടെ ശുശ്രൂഷ ദീർഘകാലമായിരുന്നു. അതെത്രമാത്രം മധുരതരമായിരുന്നു എന്ന് നമുക്കറിയാം, എത്ര മനോഹരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടേതായ ഒരു അനുഭവജ്ഞാനവും അവരുടെ ആ പ്രവർത്തന ശൈലിയുടെ മേന്മയും ഒക്കെ പുതുതായിട്ട് കടന്നു വന്ന ഞങ്ങൾക്ക് ശക്തി പകരും. അപ്പോൾ അവരുടെ കൂടെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപക്ഷെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. പുതിയ ആളുകൾ വന്നത് നല്ലത് തന്നെയാണ്. അവർ വരുമ്പോൾ അവരും തീരെ അങ്ങനെ പുതിയ ആളുകളൊന്നും അല്ല. അവരൊക്കെ അവരുടേതായ പ്രവർത്തന മേഖലകളിൽ ഒക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചവർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മുടെ സഭയ്ക്ക്, ലത്തീൻ സഭയ്ക്ക് അത് കരുത്ത് പകരും. ലത്തീൻ സഭയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഇന്നിൻ്റേതായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനും അതിന് പരിഹാരങ്ങളിലേക്ക് നീങ്ങുന്നതിന് സഹായകമായിട്ട് നിൽക്കാനുമൊക്കെ യുവത്വത്തിൻ്റെ കരുത്തൊക്കെ വരും. ഞാനത്ര യുവാവൊന്നുമല്ല. അപ്പോൾ ഞാൻ മെത്രാനായിട്ട് എളുപ്പമാണെങ്കിലും പ്രായത്തിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും അത്ര ഒന്നും എളുപ്പമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യുവ മെത്രാന്മാരും മുതിർന്ന നമ്മുടെ പിതാക്കന്മാരും എല്ലാം നമുക്ക് ഈ ലത്തീൻ സഭയുടെ ഒരു കരുത്താണ്, അത് ശക്തിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ തിരുവനന്തപുരം രൂപത വിഭജിക്കപ്പെട്ടിട്ടാണ് നെയ്യാറ്റിൻകര രൂപത ഉണ്ടാകുന്നത്. അതെ അതെ. അപ്പോൾ അതൊരു കൊച്ചു രൂപതയല്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ രൂപത എന്നൊക്കെ തോന്നാം. 1.5 ലക്ഷത്തോളം പഴയ റെക്കോർഡ്സ് നോക്കുമ്പോൾ, ലേറ്റസ്റ്റ് ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം വിശ്വാസി സമൂഹമുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളുള്ള ഒരു രൂപതയാണ്. ഞാൻ ഇടയിൽ ഈ മുംബൈ അതിരൂപതയുടെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ വെറും 112 ഇടവകകളേ ഉള്ളൂ. ഗോവ ഡാമൻ എടുത്താലും 125 ഇടവകളേ ഉള്ളൂ. അപ്പോൾ സാമാന്യം വലിയ വലിപ്പമുള്ളൊരു രൂപതയാണ്. അപ്പോൾ ഇത്രയും ഒരു വലിയ രൂപതയിലാണ് പിതാവിന് പുതിയ നിയമനം വരുന്നത്, സഹമെത്രാനായിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു വർഷത്തിനകത്ത് രൂപതയെ പൂർണ്ണമായിട്ടും അധികാര സ്വഭാവത്തോടുകൂടെ നയിക്കേണ്ട ഒരു ഇടയനും കൂടെയാണ്. എങ്ങനെ കാണുന്നു നെയ്യാറ്റിൻകര രൂപതയുടെ ഒരു വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അജപാലന ദൗത്യവുമായിട്ട് പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇത് വളരെ ഒരു നല്ല ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ രൂപതയുടെ അജപാലനം ഇത്ര വിസ്തൃതമായൊരു ഡയസിസ് ആണെങ്കിലും വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നു. അത് നമ്മളെ സഹായിക്കുന്നതിൻ്റെ എന്നുള്ള സംവിധാനമാണ്. ഒരുപക്ഷെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ് റോമിൽ നിന്ന് ഒരു വൈദികർക്കെല്ലാം പണ്ട് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രത്യേകമായ ക്രമീകരണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടുണ്ട്. അതുവരെ കാനലോയിലൊക്കെ പറയുന്നത് ഇടവക, ഫൊറോന, രൂപത. പക്ഷെ വേണമെങ്കിൽ ഓരോ രൂപതയ്ക്കും ഫൊറോനകൾ ചേർത്ത് കൊണ്ടുള്ള റീജൻ സംവിധാനം ആകാം എന്ന് പറഞ്ഞ് കേവലം 5 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ ഡയസ് അതിന് വളരെ മുൻപ് തന്നെ ദൂരക്കാഴ്ചയോടുകൂടെ അത് കാണുകയും നമ്മളെ ഡയസിസ് ഇപ്പോൾ 3 റീജനായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 റീജനും 3 അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട്. നെടുമങ്ങാട് താലൂക്ക് ഉൾപ്പെടുന്ന നെടുമങ്ങാട് റീജിയൻ, കാട്ടാക്കട, നെയ്യാറ്റിൻകര. ഈ നെടുമങ്ങാട് താലൂക്കിലെ അജപാലന പ്രവർത്തനങ്ങളുടെ ഒരു
പൊതുശൈലി എല്ലാ സ്ഥലത്തും ഒന്നുപോലെയാണെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ശൈലി ഞാൻ ആവശ്യമുണ്ട്. കാരണം കുടുംബങ്ങൾ കുറവ്, കുടുംബങ്ങൾ അകലം. ഇപ്പോൾ ഈ ഒരു കുടുംബ യൂണിറ്റോ കുടുംബ യോഗമോ ഒക്കെ നമ്മൾ വിഭാവന ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ കാട്ടാക്കടയിലോ നെയ്യാറ്റിൻകരയിലോ ഉള്ള രീതിയിൽ അതിനെ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അജപാലന ശൈലി അവിടെ ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടെയുള്ള ഒരു പ്രവർത്തന ശൈലി നമുക്കുണ്ട്. 3 റീജിയനും 3 റീജിയൽ കോർഡിനേറ്ററെ കൊടുത്തുകൊണ്ട് അവർക്ക് ഓരോ എപ്പിസ്കോപ്പൽ വിക്കേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പിസ്കോപ്പൽ വിക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ജനവിഭാഗത്തിൻ്റെ മേൽ പൂർണ്ണമായ എക്സിക്യൂട്ടീവ് പവർ ഉള്ളവരാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ജനങ്ങളുടെയും അതുപോലെ തന്നെ വൈദികരുടെയും സന്യസ്തരുടെയും സഹകരണത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, പൊന്മുടി മുതൽ അങ്ങനെ അത്രയും അകലത്തിൽ നിന്ന് കുറച്ച് വീടുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പൊന്മുടി വരെ നമുക്ക് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ പൊന്മുടി മുതൽ ഇങ്ങ് കളിയിക്കാവള വരെ ഉള്ള ജനങ്ങൾ ഉള്ള ഒരു രൂപത, ചെറുതും വലുതുമായ 253ഓളം ഇടവകളുള്ള ഒരു രൂപത. ആ രൂപത വലുത് തന്നെയാണ്, പക്ഷേ ഇപ്പോഴുള്ള ഒരു സംവിധാനം വളരെ ഇഫക്റ്റീവായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ തന്നെ സജീവമാക്കാം. അത്തരത്തിലൊക്കെ ചെയ്തു പോകുമ്പോൾ അതൊരു ഭാരമായി വരില്ല നമുക്ക്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം എപ്പോഴും പറയുന്നത് തന്നെയാണ്. അതായത് ഈ പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയുള്ള ശുശ്രൂഷകൾ വേണം. എല്ലാ സ്ഥലത്തും ഐഡൻറ്റിക്കലായിരിക്കണം, ഒന്നുപോലെ ഇരിക്കണം, അങ്ങനെ നമുക്കൊരിക്കലും ശാഠ്യം പിടിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും അതിൻ്റെ തനതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഓരോ പ്രദേശത്തും കണ്ടുകൊണ്ട് ഉചിതമായ ശുശ്രൂഷകൾ നമ്മൾ അവിടെ നൽകുകയാണെങ്കിൽ ഈ ദൈവജനം വളരെ സന്തുഷ്ടമായിട്ട് മുന്നോട്ട് വരും. അവരുടെ സാമൂഹ്യവും അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധ ഊന്നുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ വരേണ്ടി വരും. 1000-ൽ കൂടുതൽ അംഗങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളുള്ള ചിലപ്പോൾ ഒരു 5-ന് താഴെ ഇടവകളായിരിക്കും നമുക്കുള്ളത്. എന്നാൽ 500 എടുക്കുമ്പോൾ നമുക്ക് നിരവധിയായിട്ടുള്ള ദേവാലയങ്ങളിൽ അങ്ങനെ 500-ൽ കൂടുതൽ കുടുംബങ്ങളുള്ള ദേവാലയങ്ങളുണ്ട്. അപ്പോൾ ഈ മിനിസ്ട്രി ലെവലിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു കുറഞ്ഞ അംഗങ്ങളുള്ള ഒരു 10-20 കുടുംബങ്ങളുള്ള ആ ഇടവഴിക്ക് കൊടുക്കുന്ന അതേ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ 1000-ൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ഒരു അന്തരം ചിലപ്പോൾ നമ്മൾ കൊറോണ തലത്തിലും അതുപോലെ തന്നെ ഈ ഇടവ കൂട്ടായ്മ ഈ വൈദികരുടെ കൂട്ടായ്മയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട വിശ്വാസത്തിൻ്റെ കുറച്ചുകൂടെ ഒരു ആഴപ്പെട്ട അവബോധം ആ തലത്തിൽ പിതാവ് ചിന്തിക്കുന്നുണ്ടോ എന്നാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. അത് വിഭാവന ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ. അത് ഓരോ സ്ഥലങ്ങളിലും അത് പ്രത്യേകിച്ച് പിന്നെ വളരെ ചെറിയ ഇടവകകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ അവയ്ക്ക് ഒരുപക്ഷെ ശ്രദ്ധ കൊടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ ഇടവകളിൽ നിൽക്കുന്നത് പോലെ നിന്നാൽ പോരാ. വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് അതിന് വേണ്ടത്. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അവരുടെ ഫാമിലിയിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഫാമിലിയിലേക്കായിരിക്കും നമ്മൾ പോകേണ്ടതും മറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബയോഗമൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ നെടുമങ്ങാടിലെ ഒരു കുഞ്ഞു പള്ളിയിൽ അതൊരു പക്ഷേ സാധിക്കത്തില്ല. അപ്പോൾ അവരെ നമ്മൾ ഇടയൻ അവരുടെ അടുക്കിലേക്ക് പോകുന്നു, അവരുടെ കാര്യങ്ങൾ അറിയുന്നു, ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ എല്ലാ വർഷവും വിലയിരുത്തൽ മീറ്റിംഗ് എല്ലാം ഉണ്ട്. നമ്മളൊരു വലിയ ഇടവക 1000-ഓ 500-ഓ 250-ഓ കുടുംബങ്ങളുള്ള ഒരു ഇടവകയെ കാണുന്നത് പോലെ 10 കുടുംബവും 15 കുടുംബവും ഒക്കെയുള്ള വാമനപുരത്തേക്ക് നമ്മുടെ കുഞ്ഞു ഇടവകളെ കാണാൻ സാധിക്കത്തില്ല. അതിനൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പരിഗണനയും ഒരു സ്നേഹ ശുശ്രൂഷയും അവർക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ജൂബിലി സമയത്ത് വിൻസെൻ്റ് പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഇടവകളിലേക്ക് ഇടയനെത്താൻ വേണ്ടി ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് പാസ്റ്ററൽ വിസിറ്റുകൾ ഒരു പ്രദേശത്തെ മാത്രം ഒതുക്കാതെ ഈ 3 താലൂക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എല്ലാ ഇടവകളെയും സന്ദർശിക്കുക എന്നുള്ള ഒരു രീതിയാണ് പിതാവ് അനുവർത്തിച്ചിരുന്നത്.
അത് തുടർന്ന് പോകുമെന്നുള്ളതാണ്. പിതാവ് അങ്ങനെ തന്നെ ഇടവുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ രീതി പിതാവിൻ്റെ മനസ്സിലുണ്ടോ എന്നുള്ളത്? ഇല്ല, നമ്മുടെ പിതാവിൻ്റെ ആ പ്രവർത്തന ശൈലി വളരെ നല്ലത് തന്നെയാണ്. അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിൽ ഒരുപക്ഷെ അതിന് സഹായിയായി എനിക്ക് കൂടുതൽ അദ്ദേഹത്തെ പരിചരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പോകാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങളുടെ സാന്നിധ്യം രണ്ടുപേരാകുമ്പോൾ കൂടുതലായിട്ട് അനുഭവേദ്യമാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു പ്രത്യേക ശൈലി ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല. അത് പിതാവ് നൽകുന്ന ഒരു ശൈലി തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പിന്നീട് പൂർണ്ണാധികാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ വന്നാലും ഒരു രൂപത അധ്യക്ഷൻ എന്ന രീതിയിലുള്ള തലത്തിലുള്ള ചില ക്രമീകരണങ്ങൾ അങ്ങനെ വന്നാലും നമ്മുടെ പിതാവ് രൂപതാധ്യക്ഷൻ എന്ന നിലയിലല്ല എങ്കിൽ പോലും ഒരു മെത്രാൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഇനിയും വളരെ കാലം ഇഫക്റ്റീവായിട്ട് തുടരാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ നമ്മുടെ കൂദാശ അനുഷ്ഠാനങ്ങളും സാങ്ക്ടിഫിക്കേഷൻ്റെ വിശുദ്ധീകരണത്തിൻ്റെതായ മേഖലകളിലേക്ക് ഒരു മെത്രാൻ എന്ന രീതിയിൽ പഠിപ്പിക്കലിൻ്റെ മേഖലയിലേക്കൊക്കെ ഒത്തിരിയേറെ പിതാവിന് ഇനിയും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ നെയ്യാറ്റിൻകര രൂപത എടുക്കുമ്പോൾ മറ്റു രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹവും രാഷ്ട്രീയ ബോധമുള്ള ഒരു രൂപതയാണ്. എന്നാൽ നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയോട് നമ്മളൊരു അനുഭാവം പ്രകടിപ്പിക്കുന്നുമില്ല. പക്ഷേ ഒരു വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടെങ്കിലും ഒരു ഏകീകരണം പലപ്പോഴും രൂപതാ തലത്തിൽ ഉണ്ടാവാറുണ്ട്. ഇടയിൽ മാധ്യമങ്ങൾ തന്നെ വിമർശനം വന്നു, നെയ്യാറ്റിൻകര രൂപതയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചിലരെ പ്രഖ്യാപിച്ചു എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ വരും. ഈ രാഷ്ട്രീയ ബോധം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ടുള്ള അടുത്തിനിയിപ്പം തിരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്നു, ചിലപ്പോൾ മുന്നിൽ നിന്ന് ചിലപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ നമുക്കുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും പിതാവിൻ്റെ ഒരു നിലപാട്? പൊതുവിൽ നമ്മളെ രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് പിതാവ് കാണുന്നു? സഭ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അത് എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതേസമയം തന്നെ നമ്മൾ കക്ഷി രാഷ്ട്രീയക്കാർ ഉള്ള ഒരു സമൂഹത്തിൽ നമ്മുടെ രൂപതയിലെ തന്നെ മക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാണ്. അവരങ്ങനെ ആയിരിക്കുന്ന തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ചില ഘട്ടങ്ങളിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടേതായ ഇഷ്ടം മറന്ന് പൊതുബോധത്തോടുകൂടെ പൊതു നന്മയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒന്നിക്കേണ്ടി വരും. അവിടെ നമ്മൾ അവരവരുടേതായ രാഷ്ട്രീയങ്ങൾ മറക്കേണ്ടി വരും. അവിടെ വരുന്നത് ദൈവവും ദൈവജനവുമാണ്. ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ സാമൂഹ്യമായ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ നല്ല നിലപാടുകൾ എടുക്കാൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി നിൽക്കാൻ ഞാൻ എന്നും അവരെ ഉപദേശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എനിക്ക് അങ്ങനെ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആരോടും പ്രത്യേകമായ പ്രതിപത്തി ഉണ്ടാവുകയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായിട്ട് പ്രത്യക്ഷപ്പെടുവാനോ ഒന്നും ഞാൻ ഒരുക്കവുമല്ല. എപ്പോഴും ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേരളത്തിലെയും ഭാരതത്തിലെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും എല്ലാം ഞാൻ നന്നായിട്ട് വളരെ അടുത്തുനിന്ന് വീക്ഷിക്കുന്ന ആളാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ആളാണ്. എന്നാൽ ഒരിക്കലും ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആര് തന്നെ നിന്നാലും അതിനോട് ഒരിക്കലും നമുക്ക് പക്ഷം ചേരാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പക്ഷമാണ് എൻ്റെ പക്ഷം. യേശു എങ്ങനെയാണ് പക്ഷം ചേർന്നത് നമുക്കറിയാമല്ലോ. ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നിലകൊണ്ട ആളുകളെ അവിടുന്ന് സപ്പോർട്ട് ചെയ്തു. അതാണ് എൻ്റെ ഒരു ശൈലി ആകേണ്ടത്. അതിൽ നിന്ന് വിരുദ്ധമായൊരു ശൈലി ഒരു മെത്രാനും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ നെയ്യാറ്റിൻകര രൂപത ഇടക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, പല പ്രതിസന്ധികളും നെയ്യാറ്റിൻകര രൂപതയ്ക്കകത്തുണ്ട്. സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സംവരണപരമായിട്ട് നോക്കുമ്പോൾ ലത്തീൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് രൂപത പലപ്പോഴും പരാതി പറയുകയും റവന്യൂ അധികാരികളുടെ ചില തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ അവബോധം നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പല വിഭാഗം. പിതാവിൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും അതിൽ? അല്ല, നമ്മുടെ പിതാക്കന്മാരും സമുദായ നേതാക്കളും അതിനുവേണ്ടി വളരെയധികം ത്യാഗത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 ശ്രീ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്താണ്
ഒരു സർക്കുലർ വരുന്നത്. നമുക്ക് ഉപജാതി നോക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ആവശ്യം. അന്ന് തുടങ്ങി ഇന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒക്കെ പരിശോധിക്കുകയും പഠിക്കുകയും ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്നതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് പോയിരുന്ന കാര്യങ്ങളാണ് ഇടയ്ക്ക് വെച്ച് വളരെ സങ്കുചിതമായ ചിന്താഗതികളും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൻ്റെ ഭാഗമായും ഒക്കെ കടന്നുകൂടിയ ചിന്തകൾ ഇന്ന് നമ്മുടെ ഭരണചക്രങ്ങളിൽ അത് നിൽക്കുകയാണ്. നമ്മുടെ വില്ലേജ് ഓഫീസുകളിലൊക്കെ ഞാനൊരു ഇടവികാരി എന്ന രീതിയിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഞാൻ വളരെയധികം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ കാലമായിട്ട് ഇപ്പോൾ പ്ലാത്താങ്കര പോലുള്ള വലിയ ഇടവകകളുടെ പാരമ്പര്യമായിട്ട് ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർ പോലും ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിനോ ജോലിക്കോ ഒരു സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ അവർ അവരുടെ പാരമ്പര്യം തെളിയിക്കണമെന്ന് പറയുന്നതൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഹൃദയവേദനയോടുകൂടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഇവർ പള്ളിയിൽ വരുന്നവരും കുദാശകൾ സ്വീകരിക്കുന്നവരും അവരെല്ലാ ആക്ടിവിറ്റീസിലുള്ള ആളുകൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നൊരു സർക്കാർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഗവൺമെൻറ്റുകൾ ഈ കാര്യം കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ശരിക്കും പഠിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് ഇത് അവരുടെ ജനങ്ങളാണ്. ഇന്നുള്ള ഗവൺമെൻറ്റുകളുടെ എല്ലാം അവർ ആർക്കാണോ നന്മ ചെയ്യേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത്, ആ മക്കളാണ് ഇവർ. അപ്പോൾ അവർ കുറേ ലത്തീൻ കത്തോലിക്കരെന്നോ അവർ ഒരു ഇന്ന ജാതിയിൽപ്പെട്ടവരെന്നോ അവർ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അവരും ഈ ഗവൺമെൻറ് കൃത്യമായിട്ട് പരിചരിക്കേണ്ട ഒരു സമൂഹമാണ്. അവർ ഉയർത്തിക്കൊണ്ട് വരണ്ടേ. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു തുറവിയോടുകൂടെ ഗവൺമെൻറ്റുകൾ ഇതിനോട് പ്രതികരിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തുമാത്രം ത്യാഗത്തോടു കൂടെയാണ് നമ്മുടെ രൂപതയിൽ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ വിവിധ സമുദായ നേതാക്കളും നമ്മുടെ വികാരി ജനറാളിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മന്ത്രിമാരുമായും ഈവൻ മുഖ്യമന്ത്രിയുമായും ഒക്കെ ചർച്ച ചെയ്യുകയും ഈ കാര്യങ്ങൾക്ക് എത്ര അപേക്ഷകൾ കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് എത്രമാത്രം അത് നമുക്ക് ഒരു ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നാൽ സംശയം. ശ്രമിക്കാത്തത് കൊണ്ടൊന്നുമല്ല, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ത്യാഗത്തോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിനോട് ഒരു അനുഭാവം എന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ ദാനമായി തരുന്നതാണ്. അങ്ങനെയല്ല, ഇതൊരു അവകാശമല്ലേ, അവകാശം തരണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു, നീതി എന്ന് പറയുന്ന ജലം പോലെ ഒഴുകട്ടെ, നീതി അനർഗളമായിട്ട് ജലം പോലെ ഒഴുകട്ടെ. അത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. നീതി നടപ്പിലാകുന്നു എന്ന് സമൂഹത്തിൽ മനസ്സിലാക്കുമ്പോൾ ഗവൺമെൻറ്റുകളെയൊക്കെ എല്ലാ മനുഷ്യരും ശ്ലാഘിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചമാണെന്ന് പറയും. അവർക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അല്ലാതെ അവർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കുന്നു, ആ തരത്തിൽ അത് നീതിയല്ല. നീതിപൂർവമായിട്ട് പെരുമാറുന്ന സംവിധാനങ്ങൾ ഇനിയും വിദൂരത്താണ് എന്ന് പലപ്പോഴും തോന്നുന്ന ഒരാളാണ് ഞാൻ. വളരെ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു വൈദിക കൂട്ടായ്മയാണ് നെയ്യാറ്റിൻകര രൂപതയുടെ ഒരു അഭിമാനകരമായിട്ടുള്ള കാരണം. അതിപ്പം രൂപതാ വൈദികരാണെങ്കിലും ശരി, സഭാ വൈദികരാണെങ്കിലും ശരി, ഒരു കൂട്ടായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ രൂപത നയിക്കുന്നുണ്ട്. അവരുടെ ഒരു ഏകീകരണവും സന്യാസ സമൂഹങ്ങളുടെ ഒരു ഏകീകരണം അതെങ്ങനെയായിരിക്കും കുറച്ചുകൂടെ ഊഷ്മളതയോടുകൂടെ കൊണ്ടുപോകാൻ പിതാവിന് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെന്തെങ്കിലും ഒരു തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്? നമ്മുടെ രൂപതയിൽ ഇടവക വൈദികരുടെയും സന്യസ്തരുടെയും ആയ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ പ്രസ്ബിറ്റേറിയൻ. ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ, ഞങ്ങൾ ധ്യാനത്തിന് വരുമ്പോൾ, ഞങ്ങൾ യോഗങ്ങളിൽ വരുമ്പോൾ ഒക്കെ ആ ഒരു വേർതിരിവ് പോലും ഇല്ല. ഇവിടെ ഒരു 50ഓളം വരുന്ന സന്യസ്ത വൈദികരുണ്ട്. നമ്മൾ 165ഓളം വരുന്ന നമ്മൾ രൂപതാ വൈദികരുണ്ട്. അപ്പം നമ്മളെല്ലാവരും വളരെയധികം സഹകരണത്തോടുകൂടെ എല്ലാം ചെയ്യുന്നു. പിന്നെ സന്യസ്ത വൈദികർ അവർ പുതുതായിട്ടൊക്കെ ഈ രൂപതയിലേക്ക് വരുമ്പോൾ അവരെത്തുമ്പോൾ തന്നെ അവർക്ക് പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് അവരൊരു ഇടവക ഒരുപക്ഷെ മറ്റൊരു ഡയോസിസിൽ നിന്ന് അവർ ഈ രൂപതയിലേക്ക് വരുന്നതായിരിക്കും. വരുമ്പം അവർക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ ആ സംവിധാനങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലേർജി ആൻഡ് റിലീജിയസ് ബോർഡിൻ്റെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് അവർക്ക് വേണ്ടി കോഴ്സുകൾ സംഘടിപ്പിക്കുക. അവർക്കതിലേക്ക് ഒരു പരിചയം
നൽകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ട് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും അങ്ങനെ ക്ലാസ്സൊക്കെ അവർക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നതാണ്. പുതിയ ആളുകൾക്ക്, അത് വൈദികർക്ക്, സന്യസ്തർക്ക്. സന്യസ്ത സഹോദരിമാർ വളരെ നല്ല ശുശ്രൂഷയാണ് നമ്മുടെ ഇടവകളിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും ഈ രൂപതയിലെ പ്രത്യേകതകളും ഇവിടുത്തെ മിനിസ്ട്രി സംവിധാനങ്ങളും ഒക്കെ അത്രയും പരിചിതമാകണമെന്നില്ലല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് കൃത്യമായിട്ട് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസത്ത് അവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊരു കുറവ് ഇനി അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് സിസ്റ്റമാണ് നമ്മുടേത്. അത് പലരും അത് പറയാറുമുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മളെ തിരുനാളുകളുമായി ബന്ധപ്പെട്ടുള്ള അച്ചടക്കം, അതായത് കുറച്ചുകൂടെ ആഡംബരങ്ങൾ കുറയ്ക്കണമെന്ന് പിതാവ് പരസ്യമായിട്ട് തന്നെ പറയുകയും സർക്കുലറൊക്കെ ഇറക്കി, അത് ചിലപ്പം ചിലയിടത്തുനിന്നെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യമുണ്ട്. പിതാവ് അന്നത്തെ ദിവസത്തിൽ പാറശാല ബിഷപ്പ് അങ്ങനെ ഒരു നിലപാടെടുത്തതിനെക്കുറിച്ചും പറഞ്ഞു. മറ്റ് രൂപതകളും ഈവൻ സീറോ മലബാർ മലങ്കര രൂപതകൾ പോലും നമ്മുടെ ഈ അന്ന് എടുത്ത ആ സർക്കുലർ അല്ലെങ്കിൽ ആ തീരുമാനത്തെ വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്തു. പിതാവ് ഈ നിലപാട് തന്നെ തുടരുമോ, അല്ലെങ്കിൽ എന്താണ് പിതാവിന് ആ ഒരു കാര്യത്തിൽ പിതാവിന് പറയാനുള്ളത്? നമ്മുടെ രൂപതാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുകയും പിതാവ് അത് അറിയിക്കുകയും ചെയ്തപ്പോൾ അത് കുറച്ചിങ്ങനെയൊക്കെ ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടായി എങ്കിലും ഞാനത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ലൗദാത്തോ സി ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനം 2016 ഇറങ്ങുമ്പോൾ അപ്പം തന്നെ നമ്മുടെ പിതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർക്കുലർ അയച്ചു. ആ സർക്കുലർ പറയുന്നത് പ്രകൃതിയോടിണങ്ങിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അതിൽ പ്രധാനമായിട്ട് അന്ന് തന്നെ പിതാവ് അപ്പോഴും തന്നെ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ കരിമരുന്ന് പ്രയോഗവും പടക്കവും ഒന്നും പാടില്ല, അത് പ്രകൃതിക്ക് ചേർന്നതല്ല. അന്ന് ഞാൻ ഓലത്താന്ന് ഇടവക വികാരിയായിരുന്നപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ നന്നായിട്ട് പറഞ്ഞു. ജനങ്ങളത് വളരെ പോസിറ്റീവായിട്ട് അത് സ്വീകരിച്ചു. അപ്പോൾ പിതാവ് ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പിതാവിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളും മറ്റും ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ ഇടവകളിലേക്ക് വരുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ ആദ്യത്തെ ഇടവക വികാരിയായിട്ട് മുതിയാവളയിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അതേദാത്തൂസ് അച്ഛൻ മരണപ്പെട്ടിട്ട് 20 വർഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇടവകയിൽ ഞാൻ പോകുമ്പോൾ എത്ര ഹൃദ്യമാണ് അവിടുത്തെ കാര്യങ്ങൾ. വെറും ആരാധനയിൽ അൾത്താരയോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ജനസമൂഹം. മറ്റാഘോഷങ്ങളും പരിപാടികളുമെല്ലാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാധാന്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ്. പ്രയോറിറ്റി. അപ്പം നമുക്കൊരു എന്താണ് നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത്, ഞാൻ ഒന്നാമത് ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കെൻ്റെ ജീവിതത്തിൽ വ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കത്തില്ല. അപ്പം എനിക്ക് ഒരു ദേവാലയ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കുഞ്ഞുനാളിൽ ഈ സർക്കുലറും പിതാവിൻ്റെ ഇതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ കുടുംബ യൂണിറ്റുകളുടെ വാർഷികം നടക്കുമ്പോൾ പോലും ഞാൻ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒള്ളി കാത്തലിക് പ്രോഗ്രാം, ഒള്ളി ക്രിസ്ത്യൻ പ്രോഗ്രാംസ് അവതരിപ്പിക്കാവും. അതെന്തിനു വേണ്ടി? നമുക്ക് കലാപരിപാടികളും സിനിമാറ്റിക് ഡാൻസുകളും അതെല്ലാം നടത്തുന്നതിന് ഇന്ന് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെതായ സ്കൂളുകൾ, സംവിധാനങ്ങൾ, പഞ്ചായത്ത് ഫെസ്റ്റുകൾ, പിന്നെ കേരളീയം, ഇതെല്ലാം പരിപാടികളാണ് ഗവൺമെൻറ്. അതിനൊക്കെ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. നമ്മൾ കൂടുതലായി നമ്മൾ ക്രിസ്തീയമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രോഗ്രാംസിൽ ക്രിസ്തു ഉണ്ടാകണം. നമ്മൾ പറയേണ്ടത്, നമ്മൾ കലാപരിപാടിയായാലും നമ്മുടെ പ്രസംഗമായാലും പ്രഘോഷണമായാലും അതിൽ മുന്തി നിൽക്കേണ്ടത് എന്താ? ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ളവനാണ്. ഞാനൊരു മെത്രാൻ എന്ന രീതിയിൽ, താങ്കളൊരു അൽമായൻ എന്ന രീതിയിൽ ഒരുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ, പ്രത്യേകിച്ച് സ്റ്റൈൽ ലേപനം സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം ആ ഒരു ദൗത്യം ഉള്ളിലുള്ളപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് ഒരിക്കലും മനസ്സിലത് വരത്തില്ല. ഏത് കലാപരിപാടികളൊക്കെ വേണമെങ്കിൽ അത് ക്രിസ്തീയമായ അന്തരീക്ഷത്തിൽ ചെയ്യുക, ഒരു മാതൃകയായിട്ട്
ഇന്ന് നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ ഒരു സ്ഥലത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ആരാധനാലയത്തിൽ, നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ അവിടെ ആനകളെ കൊണ്ടുവന്നു. അതെല്ലാം ആഘോഷത്തിൻ്റെ ഭാഗം. അന്നൊന്നും ഞാൻ നിരാകരിക്കുന്നൊന്നുമില്ല, അത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി. പക്ഷേ അതിൻ്റെ പുറകിൽ അന്ന് പടക്കം പൊട്ടുന്നു, ആന വിരണ്ടോടുന്നു, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അത് നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതിന് നമുക്ക് പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടത് എന്താണ്, ഏതാണ് പ്രധാനം, ഏതാണ് മുഖ്യമായത് എന്നറിയണം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ദേവാലയവും ദേവാലയ അന്തരീക്ഷവും ക്രിസ്തുവിനുള്ളതാണ്, മറ്റാർക്കുള്ളതല്ല. അപ്പോൾ ക്രിസ്തുവിനല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ആഘോഷങ്ങൾ വേണം, നമ്മൾ കലാപരിപാടികൾ വേണം. അതിൻ്റേതായിട്ടുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റേതായ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ചെയ്യണം. ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ആർക്കും കൊള്ളുകയില്ല. ഇപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല എങ്കിൽ അവർ കർത്താവിനോടാണ് ഉത്തരം പറയേണ്ടത്. നമുക്കതിനകത്ത് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. നീ എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുന്നതിൽ അതിനെ കളങ്കമില്ലാതെ കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചില്ല എന്ന ചോദ്യം കർത്താവിനോട് ചോദിക്കും. അപ്പം അതുകൊണ്ട് പിതാവെടുത്ത ഒരു തീരുമാനം ഞാൻ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ പല സ്ഥലത്തും പോയപ്പോഴൊക്കെ എനിക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ടായി. ഞാൻ അതിനെയെല്ലാം സഹിഷ്ണുതയോടെ കണ്ടു. ഇനി ആരെങ്കിലും ഒന്ന് ഇങ്ങനെ തിരുനാളിൻ്റെ സമയത്ത് നമ്മൾ നിർദ്ദേശിച്ചതിന് വിരുദ്ധമായി ചെയ്തു എന്ന് വെച്ചിട്ട് അവർ ദൈവത്തിൻ്റെ മക്കളല്ലാതെ ഒന്നും വരുന്നില്ല. അവർ നമ്മുടെ കർത്താവിൻ്റെ മക്കളാണ്. അവരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകണം. അവരുടെ ഭാഗത്ത് ഇന്ന കാര്യങ്ങളോടെ ക്രമീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് വീണ്ടും വീണ്ടും പറയും. അത്രയേ ഉള്ളൂ. അല്ല അവരെ മുഴുവൻ നിരാകരിച്ച് ആ ഇടവകയോടൊരു ഒരു വ്യത്യസ്ത മനോഭാവം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായ അനുസരണ ഇല്ലാതെയോ പിതാവിനെ അനുസരിക്കാതെയോ സ്നേഹമില്ലാതെയോ പെരുമാറിയെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിതാവിന് അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ആ നിലപാട് പൂർണ്ണമായിട്ട് യോജിപ്പാണ്. പിതാവ് കൊണ്ടുവന്ന ഒരു കാര്യം, ഇതിൻ്റെ പ്രാധാന്യം, ലിറ്റർജിയും നമ്മുടെ ദേവാലയ സംവിധാനങ്ങളും എല്ലാം അന്യൂനമായി പോകണമെന്നൊരു വളരെ പ്യുവറായിട്ടുള്ള ഉദ്ദേശത്തോടെയാണ് അതിനെ ഞാൻ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുക. നമ്മുടെ പിതാവാണെങ്കിൽ നമ്മളെ അതിർത്തിയിൽ, നമ്മുടെ രൂപത അതിർത്തിയിൽ തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അമ്പൂരി ഫൊറോന വരുന്നത്. അതുപോലെ തന്നെ മലങ്കര, ഒരു സൈഡിൽ മലങ്കര പാറശാല രൂപതയുണ്ട്, ഒരു സൈഡിൽ നമ്മുടെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം മലങ്കര അതിരൂപതയുണ്ട്. സഹോദര സഭകളുമായിട്ട് പിതാവ് ഒരു ഐക്യപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഐക്യത്തോടുകൂടെ അവരുടെയും കൂടെ വളർച്ച ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ആണ് വിൻസെൻ്റ് പിതാവ് കഴിഞ്ഞ 28 വർഷക്കാലം പോയത്. പിതാവിന് സ്വാഭാവികമായിട്ടും യൗസേബിയസ് പിതാവ് വരുമ്പോൾ വൈദികരായിരിക്കുമ്പോഴേ പിതാവിനെ അറിയാം. അത്രയ്ക്ക് പരിചയം നിങ്ങൾ തമ്മിലുണ്ട്. വൈദികരല്ല, ഞങ്ങൾ പ്രീ ഡിഗ്രി ഒരുമിച്ച് നിങ്ങൾ ക്ലാസ്മേറ്റ്സുമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും സഹോദര സഭകളുമായിട്ടുള്ള നമ്മുടെ ഒരു അല്ല, സഹോദര സഭകൾ സഭയുടെ സംവിധാനത്തിൽപ്പെട്ടതാണ്. അത് ഞാൻ കുഞ്ഞിലെ സെമിനാരി പഠിക്കുമ്പോൾ പോലും ഞാൻ അന്ന് പഠിച്ച പ്രത്യേകമായിട്ടൊരു പേപ്പർ ഒരിക്കൽ അവതരിപ്പിച്ച എക്യുമെനിസത്തെക്കുറിച്ചാണ്, സഭാഐക്യത്തെക്കുറിച്ചുള്ളതാണ്. സഭാഐക്യ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളുമായിട്ട് യോജിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തുവിൻ്റെ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നെയ്യാറ്റിൻകര കത്തീഡ്രലായിരിക്കുമ്പോൾ നെയ്യാറ്റിൻകര ക്രിസ്ത്യൻ ഫെലോഷിപ്പുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ കാഞ്ഞിരംകുളം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ അംഗമെന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളെ കഴിഞ്ഞ ആഴ്ച ക്ലേജി ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. വിവിധ സഭാവിഭാഗങ്ങളിലെ എല്ലാ അച്ഛന്മാരും ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, വചനം പങ്കുവയ്ക്കും. അതിനുശേഷം ഞങ്ങൾ സ്നേഹവിരുന്നൊക്കെ അനുഭവിച്ച് പിരിയുന്ന ഒരു ശൈലിയാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത്. എന്നെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമായിട്ടേ തോന്നുന്നില്ല. പിന്നെ അതിനുള്ള ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ആലുവ സെമിനാരിയുടെ ഒരു നന്മയാണ്. ആ ആലുവ സെമിനാരിയിൽ 3 റീത്തുകൾ ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലം, അത് ഒരു മനോഹരമായ പൂന്തോട്ടം പോലെയായിരുന്നു. വിയോജിപ്പുള്ളവർ നിരവധി പേരുണ്ട് ഇപ്പോൾ അങ്ങനെ വിഭജിച്ച് പോയത്. അതെ, അത് വിഭജിക്കപ്പെട്ടതൊക്കെ ഒരുപക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണാം. അതിനെക്കുറിച്ചൊന്നും പറയാൻ, ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, എനിക്കതിനുള്ള താല്പര്യമില്ല.
പക്ഷെ ഞാൻ കണ്ടത് ഞങ്ങൾ അവിടെ 87, അപ്പോൾ 81, 82 തുടങ്ങി 87 വരെ ആലുവ സെമിനാരിയിൽ പഠിക്കുമ്പോൾ കർമ്മലഗിരിയിലും മംഗലപ്പുഴയിലും ഞങ്ങൾ 3 റീത്തുകാർ ഒരുമിച്ച് ആദ്യത്തെ 3 ദിവസം അതാത് ചാപ്പലുകളിൽ കുർബാന ചൊല്ലും. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊതു ചാപ്പലിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ സീറോ മലബാർ, സീറോ മലങ്കര കുർബാന ഉണ്ടാകും. വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മലങ്കര സഭയിലെ അംഗങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് പ്രെയറൊക്കെ വരുമ്പോൾ പ്രത്യേക അനുവാദമൊന്നും ഞാൻ മേടിക്കാറില്ല. ഞാൻ മലങ്കര ബ്രദേഴ്സിൻ്റെ കൂടെ പോയി ഈവനിങ് പ്രെയർ നടത്തുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ എൻ്റെ പ്രീഫെക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തേ പ്രെയർ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് ഇഷ്ടം തോന്നി വൈകുന്നേരം വല്ലപ്പോഴും കൊള്ളാം, നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് എല്ലാം അവരുടെ ആരാധനയിലൊക്കെ ഒരുപാട് നന്മയുണ്ട്. പിന്നെ സീറോ മലബാർ സഭയിലൊക്കെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതാണ്. അപ്പോൾ അവർ ഈ 3 സഭകളും കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 3ഉം ഇങ്ങനെ ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് നന്മകളുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് കത്തോലിക്ക സഭയുടെ ഭാഗമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് പോകാൻ പാടില്ല. എൻ്റെ നേരെ മൂത്ത ആളായിട്ട് പഠിച്ചതാണ് കർദിനാൾ നമ്മുടെ ബാബ തിരുമേനി ക്ലെമീസ് പിതാവ്. അപ്പോൾ പിതാവുമായിട്ടുള്ള ആ ഒരു സൗഹൃദം എനിക്ക് ഇനി വളരെ മുതൽക്കൂട്ടാകും. അതുപോലെ തന്നെ പോളികാർപ്പൂസ് പിതാവ് വളരെ സ്നേഹമുള്ള, അടുപ്പമുള്ള ആളാണ്. പിന്നെ പറഞ്ഞല്ലോ, എവസേബീസ് പിതാവ് എൻ്റെ പ്രീ ഡിഗ്രി കാലം തുടങ്ങി ഉള്ള എനിക്കുള്ള ഒരു സ്നേഹബന്ധം ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാനൊക്കെ പറ്റി. അപ്പോൾ അതങ്ങനെ. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത, അതിൽ തറയിൽ പിതാവൊക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെയുള്ള സഭാസമൂഹങ്ങളോട് ചേർന്ന്, ലത്തീൻ സഭയോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കാരണം നമ്മുടെയൊക്കെ ചുറ്റും നോക്കുകയാണെങ്കിൽ വിവാഹ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് ഈ സഭാവിഭാഗങ്ങളിലെ മക്കളുമായിട്ടാണ് നമുക്ക് ബന്ധം വരുന്നത്. ലത്തീൻ സഭയിൽ നിന്നും മറ്റു സഭകളിലേക്ക്, അതിൽ നിന്നും ഇതിലേക്കും വിവാഹബന്ധം വഴി വരുന്നതും, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സമൂഹങ്ങൾ ഒരുമിച്ച് ഉള്ളതാണ്. അപ്പോൾ അതിനെ വേർപെട്ട് കാണാനൊന്നും പറ്റില്ല. അവരോട്ട് നല്ല സൗഹാർദ്ദവും സ്നേഹമായിട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ പിതാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യം, പിതാവിൻ്റെ ജീവിതത്തിൽ മദർ തെരേസയുടെ പേരിൽ ഒരു പള്ളി പിതാവ് സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാപകനാണ്. ഒരു കൊച്ചു ദേവാലയമാണ് പിതാവ് സ്ഥാപിച്ചെങ്കിൽ അതിപ്പോൾ ഒരു വലിയ ദേവാലയമായിട്ട് മാറി. ലോകത്തിലെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ലോകത്തിലെ ആദ്യത്തെ പള്ളിയായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ആ പള്ളിയെ. അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മദറിനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ആ സമയത്താണ്. ഞാനത് പറയാം. അതായത് ഞാൻ 2001 യൂറോപ്പിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്ന് മാറുനല്ലൂർ ഇടവക വികാരിയാകുന്നത്. ഞാനവിടെ വരുമ്പോൾ തന്നെ അവിടെ കുർബാന ദിവ്യബലിക്ക് വരുന്ന അവിടുത്തെ സമൂഹത്തെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നി, വളരെ അകലെ നിന്ന്, ഏതാണ്ട് 2-3 കിലോമീറ്റർ അകലെ നിന്ന് നടന്നൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് കുന്നിൽ, പിന്നെ മേലാരിയോട് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തെ ആളുകൾ. വളരെ ഭക്തരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ. അവർ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരല്പം, എൻ്റെ ഒരു മോട്ടോ അത് തന്നെയാണ് ഉള്ളിൽ. എനിക്ക് വാസ്തവത്തിൽ അവരോട് അനുകമ്പ തോന്നി. ഇത്ര അകലെ നിന്നൊക്കെ വരുമ്പോൾ ആ പ്രദേശത്ത് ഒരു കൊച്ചു ദേവാലയം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹത്തോടു കൂടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഇടയ്ക്കാണ് അന്ന് വളരെ എന്നെ സഹായിച്ചിരുന്ന നമ്മുടെ പോളച്ചൻ, അദ്ദേഹം മുൻവികാരിയാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ദിവസം ഞാൻ ഈ പ്രദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ പോവുകയും സ്ഥലങ്ങളൊക്കെ നോക്കി മനസ്സിൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥലം മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അവസരത്തിലാണ് പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നത്, മദർ തെരേസ വരുന്ന ഒരു 5-6 മാസത്തിനുള്ളിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോഴെൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു ഒരാശയം, ഇങ്ങനെ ഇവിടെ എങ്ങാനും സ്ഥലം മേടിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ മദറിൻ്റെ പേർക്കൊരു ദേവാലയം. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ മദറിനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് തന്നെ മദറിൻ്റെ പേരിൽ ഒരു ദേവാലയം ഇങ്ങനെ നിർമ്മിക്കാനായിട്ടുള്ള പിന്നണി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് പിന്നെ പിതാവുമായിട്ട് ഞാൻ സംസാരിച്ചു. ആ പ്രോപ്പർട്ടി വാങ്ങാനായിട്ടുള്ള അല്പം തുക അതിനാവശ്യമായിട്ടുള്ളത് മുൻവികാരിയായിരുന്ന മോൺസിഞ്ഞോർ ജി ക്രിസാസിൻ്റെ കാലത്ത് അത് ബിഷപ്സ് ഹൗസിൽ ഒരു ഫണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിനന്ദ പിതാവിനെ അറിയിച്ചപ്പോൾ മോൺസിഞ്ഞോർ അത് ശേഖരിച്ച ആ പൈസ
അത് തരികയും ഞാൻ അത് ഉപയോഗിച്ചാണ് അവിടെ 40 സെൻറ്റ് വാങ്ങുകയും ചെയ്തത്. എന്നിട്ട് എനിക്ക് പിന്നെ പ്രയാസം ഉണ്ടായില്ല. അപ്പോൾ പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് സമ്മതിച്ചു. ഞാൻ ആ ദിവസങ്ങളിൽ ആർച്ച് ബിഷപ്പിനോടും ചോദിച്ചു, ഇങ്ങനെ ഇത് നേരത്തെയാണ്. അതെ, സുസ്വാഗ്യം പിതാവിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മദറിനെ പ്രഖ്യാപിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നേ കേൾക്കുന്നുള്ളൂ, അതിനു മുമ്പ് ഇങ്ങനെ രൂപപ്പെടുത്തി അത് പ്രഖ്യാപിക്കും, അത് കൊള്ളാം, നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കുഞ്ഞുനാൾ മുതലേ മദർ തെരേസയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അത് ഞാൻ ഈ KCSL-ൻ്റെ പുസ്തകമായ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള KCSL-ൻ്റെ പുസ്തകം, അതുപോലെ മോറൽ സയൻസിലൊക്കെ ഉള്ള അലിവിൻ്റെ മാലാഖ എന്ന പുസ്തകം ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് മദറിനെക്കുറിച്ചൊരു മദറിനെക്കുറിച്ചൊരു പുസ്തകം ഒരാൾ എഴുതിയപ്പോഴും ഞാൻ ഓലത്താന്ന് ഇടവകയിലിരിക്കുമ്പോൾ മേരി ഏഞ്ചൽ എന്ന ഒരു നല്ല എഴുത്തുകാരിയാണ് അവർ, എഴുതുമ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പം മദറിനെക്കുറിച്ചുള്ള ആർക്കാണ് ഇഷ്ടമല്ലാത്ത മദറിനെ? അങ്ങനെ ഒരു ദേവാലയം മദറിൻ്റെ പേർക്ക് വന്നു. ലോകത്തിൽ ആരവകാശപ്പെട്ടാലും ലോകത്തിൽ ഈ ചിന്ത, ഒരു ദേവാലയം വേണമെന്ന ചിന്ത എൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ വന്നതുപോലെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അത് ലോകത്തിലെ ആദ്യത്തെ ദേവാലയം മദർ തെരേസ നഗറിലെ മദറിൻ്റെ പേരിൽ മദർ തെരേസ കൽക്കട്ടയുടെ തന്നെയാണ്. ഈ ബിഷപ്പ് പ്രഖ്യാപനം വരുമ്പോൾ, സഖാ മെത്രാൻ എന്ന് പറഞ്ഞ പ്രഖ്യാപനം എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നത് നമ്മുടെ സൂസഭാഗ്യം പിതാവിൻ്റെ സാന്നിധ്യമാണ്. സൂസഭാഗ്യം പിതാവിനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ അപ്പനെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത്. കാരണം പിതാവിൻ്റെ അപ്പനോടൊപ്പം സഹവികാരിയായിരുന്ന സമയത്ത് വലിയ വിള, വ്ളാത്താങ്കര പ്രദേശങ്ങളിലും എല്ലാം നടന്ന് പ്രവർത്തിച്ച അപ്പം കുടുംബത്തെ എങ്ങനെ പിതാവ് ഈ സമയത്ത് ഓർക്കുന്നു എന്നുള്ളത്? കുടുംബം എന്ന് പറയുമ്പോൾ കുഞ്ഞുനാൾ മുതലേ ഞാനിന്ന് വലിയ വിള ഇടവകയിൽ കുർബാന ചൊല്ലിയിട്ട് വരികയാണ്. അവിടെ നിന്ന് ഞാനിതെല്ലാം പറഞ്ഞു. കുടുംബത്തിലൊന്നും എനിക്കങ്ങനെ അപ്പൻ്റെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഓർമ്മയില്ല. കാരണം അന്ന് വരുമ്പോൾ നമുക്കറിയില്ല, പാരിഷ് കൗൺസിലെയോ ഇടവകയിലെ പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വൈദികരെ സഹായിക്കാനായിട്ടൊക്കെ പോകും. അത്തരത്തിൽ പോയത് പിതാവ് നല്ല ഓർമ്മയിൽ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത്രയും ഓർമ്മകളില്ല യഥാർത്ഥത്തിൽ. പക്ഷെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വ്ളാത്താങ്കര ഇടവകയിലെ നല്ല പൈതൃകമുള്ള കുടുംബം, പ്രത്യേകിച്ച് അമ്മയുടെ കുടുംബം, മണലിക്കടവ് കുടുംബം. പിന്നെ ഫാദർ അപ്പനാണ് വലിയ വിള ഏരിയയിൽ വരുന്നത്, ഇത് പഴയടയുടെ അടുത്ത് വരുന്ന ആണ് അമ്മയുടെ നാട്. അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ബ്ലെൻഡിങ് ആണ് അത്. യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ദേവാലയത്തിൽ പോകാനും. ഞാൻ 5ാം ക്ലാസ് മുതൽ ലീജൻ ഓഫ് മേരിയിലെ അംഗമായിരുന്നു, ജൂനിയർ പ്രൊസീജിയത്തിൽ. അപ്പോൾ 10ാം ക്ലാസ് വരെ അതിൽ. അപ്പോൾ അതിലെപ്പോൾ വേണമെങ്കിലും പോകാനും സ്ക്വാഡ് വർക്കിന് പോകാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം അപ്പനും അമ്മയും എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിലെ പ്രാർത്ഥനാ ചൈതന്യവും, പിന്നെ ഒരു സാധാരണ കുടുംബം, കർഷക കുടുംബം. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്മയായി ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയും അതൊക്കെയാണ്. ഞങ്ങൾക്ക് അതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടി. അത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. സുസ്വാഗ്യം പിതാവിന് ഒരുപക്ഷെ കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. എനിക്ക് അത്രയും ഓർമ്മകളില്ല. അദ്ദേഹം പറയുമ്പോഴാണ് പലതും ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ അന്ന് തന്നെ ഞാനത് കഴിഞ്ഞ് 1978 ജൂൺ മാസം 11-ാം തീയതി സെമിനാരി പോയി. സെമിനാരി ചെന്ന് കഴിഞ്ഞ് എനിക്ക് അപ്പോഴാണ് സുസ്വാഗ്യം പിതാവ് റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്നത്. വന്നിട്ട് ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നത്. വന്നിട്ട് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സാണ് എടുത്തത്. അപ്പോൾ ആദ്യം പരിചയപ്പെട്ട ദിവസം ഓരോരുത്തർ ബ്രദേഴ്സിൻ്റെ പേര് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റെന്നും സെൽവരാജൻ വലിയ വിള എന്ന് പറഞ്ഞു. ഉടൻ തന്നെ എൻ്റെ വലിയ വിളയാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംശയം വരുമ്പോൾ അദ്ദേഹം എൻ്റെ പ്രീഫെക്റ്റോ ഒന്നും അല്ലായിരുന്നു എങ്കിലും 2ാം നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് ഞാൻ എപ്പോഴും പോകുമായിരുന്നത്. പോയി ഒരു കൊച്ചു സംശയം ഉണ്ടെങ്കിലും ഞാൻ പോയി ചോദിക്കുമായിരുന്നു. അദ്ദേഹം അത്രയ്ക്ക് നല്ല ഒരു വിശുദ്ധനായ വൈദികനെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. നല്ല രീതിയിൽ എന്നെ സഹായിക്കുമായിരുന്നു. പിന്നീട് ഞാൻ ആലുവ സെമിനാരിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ആലുവ സെമിനാരിയിലും പ്രൊഫസറായിട്ട് വന്നു. എൻ്റെ ലിറ്ററേച്ചർ പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു, സെമിനാർ റെക്ടറായിട്ടൊക്കെ വന്നു, പിന്നെ സഹമെത്രാനായിട്ട് വന്നു. പിന്നെ എല്ലാം മാറുകയാണ്. സഹമെത്രാനായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 100 കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു. എന്നെ ഇവാഞ്ചലൈസേഷൻ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അങ്ങനെ എനിക്ക് 27 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ അത്രയും കുഞ്ഞിലെ തന്നെ എനിക്ക് എല്ലാ ചുമതലകളും തന്നു. നമ്മുടെ മിഷൻ പ്രദേശങ്ങൾ, ഉപദേശിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ എന്നെ ഏൽപ്പിച്ചു. ഭയങ്കര ഹൃദയകാരിയായ ബന്ധമാണ്. ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ
എന്നോട് ഈ അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ അഭിനന്ദ പിതാവിനെയാണ് പോയി കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്കങ്ങനെ പോകാൻ അനുവാദമില്ലല്ലോ. അങ്ങനെ പോയി ഈ പൊന്റിഫിക്കലായിട്ട് ഉള്ള സീക്രട്ടൊക്കെ നമുക്ക് അതായിട്ട് വെളിപ്പെടുത്താൻ എനിക്ക് പാടില്ല. അവർക്ക് അറിവ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. തോമസ് നെറ്റോ പിതാവ് എൻ്റെ കൂട്ടുകാരനാണ്, അനിയനാണ്. അപ്പോൾ അത്രയും വലിയ സ്നേഹമാണ്. അപ്പോൾ അവരെല്ലാവരും വന്നു, സന്തോഷമുണ്ട്. അച്ഛന് കാനൻ ലോയിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ കാനൻ ലോയെ കുറിച്ച് എന്തെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ല. വളരെ സിമ്പിളായിട്ട് കാനൻ ലോ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും പ്രസംഗങ്ങളിലൂടെയും ബൈറ്റുകളിലൂടെയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ പിതാവ് സംസാരിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ വികാരിയായിരുന്ന സമയത്ത് ഈ കുടുംബ ബന്ധങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നീതി നിർവഹണത്തിലും പിതാവ് പങ്കാളിയായിട്ടുണ്ട്. കാനൻ ലോയെ പൊതുവായിട്ട് എങ്ങനെ കാണുന്നു? അത് ചിലർ വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. കാരണം കാനൻ ലോയും ഇന്ത്യൻ നിയമവും തമ്മിൽ രണ്ട് വഴിക്ക് പോകേണ്ടതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ സിറോ മലബാർ സഭയിൽ നടക്കുന്ന ചില തർക്കങ്ങൾ വരുമ്പോൾ അത് കാനൻ ലോയെ എടുത്തു വച്ചിട്ട് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. നിയമം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണല്ലോ. വിശുദ്ധ ഗ്രന്ഥമില്ലാതെ ഇത് നിയമത്തിൻ്റെ റിയൽ സോഴ്സ് എന്ന് പറയുന്നത് കാനോൻ നിയമത്തിൻ്റെ സോഴ്സ് കുറേ ഉണ്ട്. അതെനിക്ക് ഒരു ദിവസം ക്ലാസ് എടുക്കേണ്ട വിഷയം. അപ്പോൾ അതിൻ്റെ റിയലായിട്ട് പറഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനകൾ അതിൻ്റെ ചുവട് പിടിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കൽപ്പനകൾ ബേസ് ചെയ്ത് വരുമ്പോൾ ഓരോ സമൂഹത്തിനും ഏറ്റവും ക്രമവും ചിട്ടയുമായിട്ട് പോകണമെങ്കിൽ നിയമം കൂടിയേ തീരുള്ളൂ. അങ്ങനെയാണ് നിയമങ്ങൾ. ഇപ്പോൾ സഭാ നിയമം എന്ന് പറയുമ്പോൾ സഭയിലെ വിവിധ തരത്തിലുള്ള സംവിധാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു നിയമമില്ലാതെ എന്ത് ബേസ് ചെയ്ത് ചെയ്യും? ലോകത്തിൽ ഒരു സംവിധാനത്തിൽ നിയമമില്ലാതെ പോകുന്നത്. പിന്നെ ഈ നിയമം ഉപയോഗിക്കുന്നതിലാണ് താങ്കൾ പറഞ്ഞ ആ പ്രത്യേകത വരുന്നത്. നിയമം എങ്ങനെ ഉപയോഗിക്കും? നമ്മൾ ആ നിയമം ഉപയോഗിക്കേണ്ടത് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. കാനോൻ നിയമത്തിൽ 1752 നിയമങ്ങളുണ്ട്. കാനൻസ് 1752 കാനനിൽ ഏറ്റവും അവസാനത്തെ കാനൻ 1752 പറയുന്നത് സാലൂസ് ആനിമാരും, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ എല്ലാ നിയമങ്ങളും നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് സുപ്രീം ആയിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ പോകുമ്പോൾ നിയമങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും, സഭയിലെ സംവിധാനങ്ങൾ, പഠനം, സഭയുമായി ബന്ധപ്പെട്ട മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നിയമത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു അജപാലകൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ എന്ന രീതിയിൽ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഗൈഡ് ലൈനായിട്ട് തോന്നും. ഗൈഡ് ലൈൻസ്, മാർഗരേഖ. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യും. അപ്പോൾ നമുക്ക് ഒത്തിരിയേറെ ഒരു വഴികാട്ടിയായിട്ട് ഈ കാനൻ ലോ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ നിയമം പഠിക്കുക, നിയമം വ്യാഖ്യാനിക്കുക, ആ ഒരു ലെവലിലൊക്കെ ചിന്തിക്കുന്ന ആ വ്യക്തികൾക്ക് മറ്റൊരു തരത്തിൽ അത് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഞാൻ ഇത് പഠിച്ച അന്ന് തുടങ്ങി ഞാൻ ഇന്ന് വരെ ഒരു അജപാലകൻ കൂടെയാണ്. എനിക്കങ്ങനെ അതിലൊരു അവ്യക്തതയോ അതുമൂലം ഒരു വിഷമോ ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ച വിഷയം തന്നെ അല്പം വ്യത്യസ്തമാണ്. അത് മറ്റാരോട് ഞാൻ അത് ഇപ്പം അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയില്ല. ഓട്ടോണമി ഓഫ് ദ ഡയോസിഷൻ ബിഷപ്പ്, ബിഷപ്പിൻ്റെ സ്വതന്ത്ര അധികാരത്തെക്കുറിച്ചുള്ള കാനനാണ് ഞാൻ പഠിച്ചത്. ബിഷപ്പിൻ്റെ അധികാരം, ബിഷപ്പിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടോ, റോമുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ, ബിഷപ്സ് കോൺഫറൻസുമായിട്ടുള്ള ബന്ധം, അതൊരു പുതിയ അറിവായിരിക്കും. ഞാൻ പഠിച്ചത് ഡയോസിഷൻ ബിഷപ്പിനെ കുറിച്ച് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ റോമുമായിട്ടുള്ള ബന്ധം, റോമൻ കൂരിയായിട്ടുള്ള ബന്ധം, ബിഷപ്സ് കോൺഫറൻസുമായിട്ടുള്ള ബന്ധം, രൂപതയിലെ തന്നെ കൺസൾട്ടേറ്റീവ് ബോഡീസ്, ഉപദേശക സമിതികളുമായിട്ടുള്ള ബന്ധം, ഇതിലൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലായ്മയുണ്ടോ? ഇതാണ് എൻ്റെ പഠനം. അപ്പോൾ ഞാൻ കണ്ടെത്തിയ റിലേറ്റീവ് ഓട്ടോണമിയാണ്. അത് ഒരു സമ്പൂർണമായ ഒരു സ്വയംഭരണമില്ല. അതേസമയം തന്നെ സ്വയംഭരണം ഉണ്ട്, ചില കാര്യങ്ങളിലുള്ള റിസർവേഷൻസ്. ചിലത് റോം തീരുമാനിക്കും, ചിലത് ബിഷപ്സ് കോൺഫറൻസ് തീരുമാനിക്കും. അങ്ങനെയുള്ള തലങ്ങളിലാണ് അതിനെ ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ അത്തരം ഒരു പഠനം എന്നെ സംബന്ധിച്ച് ഡയോസിഷൻ മിനിസ്ട്രി ചെയ്യുന്നതിന് വളരെ ഒരു സഹായകമായ ഒരു ബേസായിട്ട്
നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചത് ഓട്ടോണമി ഓഫ് ദ ഡയസിഷൻ ബിഷപ്പ്, ദ ഓമിനിസ് പൊത്തസ്താസ് ആൻഡ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻസ്, ദ 1983 കോഡ് ഓഫ് കാനൻ ലോ. നമ്മുടെ 1983 കാനോൻ ലോയിൽ ബിഷപ്പിൻ്റെ ഓൾ പവേഴ്സ്, ഓമിനിസ് പൊത്തസ്താസ് എന്ന് ലത്തീനിൽ പറയുന്നത്. ഓൾ പവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? എല്ലാ പവറും ഉണ്ടോ? ഇൻ റിലേഷൻ ടു റോം, in relation to bishops' conferences, in relation to consultative bodies, etc. etc. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ നടത്തിയത്. ഈ അവസാന ഘട്ടം വരുമ്പോൾ അടുത്ത് കോൺസിഗ്രേഷനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മെത്രാഭിഷേകത്തിനെ കുറിച്ചായിരിക്കും നമ്മുടെ വിശ്വാസി സമൂഹവും പൊതുസമൂഹവും കേൾക്കുന്നത്. എങ്ങനെയാണ് കോൺസിഗ്രേഷനെ കുറിച്ചൊരു ഐഡിയ വന്നിട്ടുണ്ടോ എന്നായിരിക്കും എന്നുള്ളത്? ആ കോൺസിഗ്രേഷൻ നമുക്ക് ഒത്തിരി അങ്ങനെ നീണ്ടുപോകുന്ന രീതിയിലല്ല. പിന്നെ നമ്മുടെ മുൻപിലുള്ളതൊരു നോമ്പ് കാലമാണ്. അപ്പം നോമ്പ് കാലത്തിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മാതാവിൻ്റെ ദിവസം പോലെയുടെ മംഗളവാർത്ത തിരുനാൾ. മംഗളവാർത്ത തിരുനാൾ പറഞ്ഞാൽ മാർച്ച് 25. മാർച്ച് 25 ഇത് നടത്തുന്നത് അഭികാമ്യമാണ് എന്ന രീതിയിലുള്ള ചിന്ത വന്നു എല്ലാവരിലും. എനിക്കത് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ്. അന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെന്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ നിശ്ചയിക്കും. എങ്കിലും മംഗളവാർത്ത തിരുനാൾ ആ ഒരു ദിവസം തിരഞ്ഞെടുത്ത അച്ഛൻ തന്നെയാണെന്ന്, പിതാവ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ തന്നെയാണ്. വെർബം കാരോ, വചനം മാംസമായി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ഒരു സംഭവമാണല്ലോ വചനം മാംസമാകുന്നത്. ആ നിമിഷങ്ങൾ ഓർക്കുന്ന ഒരു ദിവസം. പരിശുദ്ധ അമ്മയുടെ സമ്മതം നൽകി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക എളിമയോടുകൂടെ. ഒന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ ദാസൻ. ആ ഒരു രീതിയിൽ എനിക്ക് എന്നെ സമർപ്പിക്കുവാനും ശുശ്രൂഷ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ എപ്പോഴും പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രാർത്ഥനയിൽ. അപ്പോൾ അമ്മയുടെ ഒരു സാന്നിധ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ട് ഞാൻ അതിനെ കാണുന്നു. സെൽവരാജൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഫീസ്റ്റ് ക്രിസ്തുരാജൻ്റെ ദിനത്തിലാണ് പിതാവ് ഫീസ്റ്റ് ആഘോഷിക്കുന്നത്. ഒത്തിരി ഇടവകളിലും വലിയതും ചെറുതുമായിട്ടുള്ള ഇടവകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. പിതാവിന് ഒറ്റ വാക്കിൽ നമ്മൾ ആ സമൂഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പിതാവ് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് മുതിയാവിള തുടങ്ങി പത്തനാവിള വരെ ഉള്ള എൻ്റെ ഇടവക ശുശ്രൂഷയിൽ എനിക്ക് തോന്നുന്നു എന്നെ ഇത്രയും കരുത്തുറ്റതാക്കി മാറ്റിയത് എൻ്റെ ഇടവക സമൂഹങ്ങളാണ്. അവരുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, അവരുടെ ആ ഒരു നമ്മളോടുള്ള ഒരു സഹകരണം. എനിക്ക് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു ദേവാലയത്തിൽ നിന്ന് പോലും കണ്ണുനീര് പൊഴിക്കാതെ പിതാവ് ഇറങ്ങി പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് കരഞ്ഞ ഒരു പള്ളി എന്ന് പറയുന്നത് ചന്ദ്രമംഗലമാണ്. അതേതാത്വസിൻ്റെ പ്രവർത്തനം നടന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്കൊരു ആ പ്രദേശത്തൊരു ദേവാലയം പണിയണമെന്ന് ആഗ്രഹമുണ്ടായി. ഞാൻ ആദ്യം 13 സെൻറ്റ് മേടിച്ചു, പിന്നെ 30 സെൻറ്റ് കൂടെ മേടിച്ചു. പിന്നെ സുസ്വാഗ്യം പിതാവിൻ്റെ പ്രത്യേക പിന്തുണയോടുകൂടെ ഞാൻ അവിടെ ഒരു ഷെഡ് പണിതു. പിന്നെ 1994 ഒരു ദേവാലയം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ, ജനങ്ങളുടെ ഇത്രയും സഹകരണത്തോടെ ഒരു ദേവാലയം പണിതു. അപ്പോൾ അവിടെ നിന്നിട്ട് 6.5 വർഷത്തെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ പോകുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്ക് അവരോടൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. പിന്നെ മുതിയാവിടെയും സബ്സ്റ്റേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. മാരനല്ലൂർ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. മാരനല്ലൂർ ദേവാലയം പണിതുകൊണ്ട് മാത്രമല്ല, ഞാൻ 8 വർഷം വികാരിയായിരുന്ന ഒരു പള്ളിയാണ്. അവിടെയാണ് മദർ തെരേസയുടെ, താങ്കൾ ഉൾക്കൊള്ളുന്ന മദർ തെരേസയുടെ ഭാഗമായി അന്ന് എൻ്റെ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ അങ്ങ് സഹായിച്ചിട്ടുള്ളത് ഞാൻ കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നല്ലൊരു ഗായകൻ എന്ന രീതിയിൽ താങ്കളുടെ ആ ഒരു സാന്നിധ്യമൊക്കെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വരുന്ന കത്തീഡ്രലായാലും എനിക്ക് വലിയ സ്നേഹം നിന്നൊരിടവകയാണത്. പിന്നെ പോലത്താനി, തിരുപുറം, ഇത് രണ്ടും പറയേണ്ട ആവശ്യമില്ല, അത്രമാത്രം. എല്ലായിടവും കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കരയാതിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് കാരണം മറ്റൊന്നുമല്ല, അവർ എനിക്കെല്ലാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 14:14 അതിനകത്ത് പറയുന്നതാണ് ഞാൻ എൻ്റെ ഒരു മോട്ടോയായിട്ട് ആപ്തവാക്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു അങ്ങനെ ആ പ്രദേശത്ത് വന്ന് കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, കുറേ പേരെ സുഖപ്പെടുത്തി. അങ്ങനെ നിൽക്കുമ്പോൾ യേശു അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നിയെന്നാണ് പറയുന്നത്. അനുകമ്പ എന്ന് പറയുന്നത് അവരോട് ഒരു
അവർ കുറഞ്ഞവർ ഞാൻ കൂടി എന്നുള്ള രീതിയിൽ. അനുകമ്പ എന്ന് പറയുന്നതിനകത്ത് സപ്പോർട്ടിങ് ഉണ്ട്, കരുതലുണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ഉള്ള അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്, ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളോടൊപ്പം വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ആ ചോദ്യവും പ്രസക്തമാണ്. ഇടവകൾ തന്നെ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒരു മോട്ടോ ആയിട്ട് ടു സെർവ് വിത്ത് കമ്പാഷൻ, അനുകമ്പയോടെ സേവിക്കാൻ എന്ന ഒരു ആപ്തവാക്യത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത്തരത്തിൽ ഞാൻ ജനത്തോടൊപ്പം ഈ പ്രയാണം തുടരുകയാണ്. ഈ അവസാനത്തെ ചോദ്യം മുതിയാവള വലിയച്ഛനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹദാത്തോസ് വെച്ച് ആ കാനനൈസേഷൻ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് വൈദികൻ എന്നുള്ള നിലയിൽ പിന്നെ മോൺസിഞ്ഞൂർ വഹിച്ചിരുന്നത്, എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് ആയിട്ട്. അപ്പോൾ പിതാവ് എന്നുള്ള നിലയിൽ വരുമ്പോഴും എന്തായാലും അത് തുടർന്നേ പറ്റുള്ളൂ. ആ പ്രോസസ്സ് ചിലപ്പോൾ മാറ്റങ്ങൾ വരുമായിരിക്കും. ആ പ്രോസസ്സിൽ കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവയ്ക്കുമ്പോഴും പിതാവ് ആയിരുന്നു അതിൻ്റെ കണ്ണിയിൽ ഏറ്റവും അടുത്ത് നിന്ന ആൾ. എങ്ങനെ ആ പ്രോസസ്സിനെ കാണുന്നു? ഇത് അദ്ദേഹദാത്തോസ് അച്ഛൻ്റെ ഒരു ജീവിതത്തെ എങ്ങനെ കാണുന്നു? അതെ, നമ്മൾ മുതിയാവള ഇടവകയിൽ 1988 ജനുവരി മാസം 22-ാം തീയതിയാണ് ഞാൻ വികാരിയായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് അച്ഛൻ വൈദികനായ ശേഷം ആദ്യമായിട്ട് പോകുന്നതാണല്ലോ. അവിടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ചെവികളിൽ മുഴങ്ങുന്ന ഒരു സ്വരം എന്ന് പറയുന്നത് വലിയച്ഛനാണ്. അച്ഛൻ നിര്യാതനായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളാണ് ഞാൻ പോകുന്നത്. അവിടെ അച്ഛൻ്റെ കാര്യങ്ങൾ, വലിയച്ഛൻ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. അവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് മുതിയാവളയിൽ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാള്, ഞാൻ അച്ഛൻ്റെ പേർക്ക് സ്പെയിനിലൊരു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എഴുതി ജേക്കബ് പിതാവ് അന്ന് അംഗീകരിച്ച് എനിക്ക് കിട്ടിയ പ്രോജക്റ്റിൽ കൂടെ ഞാൻ പണിയിച്ചതാണ്. അത് അദ്ദേഹദാത്തോസ് മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളാണ്. അതുപോലെ തന്നെ ആമച്ചൽ പള്ളിയിൽ ഞാനൊരു ചെറിയ നഴ്സറി സ്കൂൾ അച്ഛൻ്റെ പേർക്ക് പണിതിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ അച്ഛനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നതിൻ്റെ കാര്യങ്ങളാണ്. അച്ഛന് അത്രമാത്രം ഞാൻ ഉള്ളുകൊണ്ട് അദ്ദേഹം പാവപ്പെട്ട മനുഷ്യരുടെ വ്രണങ്ങൾ വെച്ച് കെട്ടുകയും അവർക്ക് വേണ്ടത് നൽകുകയും തൻ്റെ പെൻഷനായിട്ട്, പട്ടാളക്കാരനായിരുന്നു, പെൻഷൻ കിട്ടിയ പൈസ മുഴുവൻ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വാരി കൊടുക്കുന്നതും, ഇത് അമ്പൂരിയിലൊക്കെ അദ്ദേഹം ചെയ്ത സേവനം, മലമ്പനി വന്ന് മരിച്ചവരെയൊക്കെ മൃതശരീരങ്ങൾ മറവ് ചെയ്യാനായിട്ട് അച്ഛൻ പോയതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വന്ന് പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശവും മിഷണറി സ്പിരിറ്റുമാണ് വാസ്തവത്തിൽ തോന്നിയത്. പിന്നീട് ഞാൻ അതൊക്കെ കഴിഞ്ഞു 6 വർഷം കഴിഞ്ഞ് ഞാൻ ബെൽജിയത്ത് പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഗെൻഡ് എന്ന് പറയുന്ന അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ആശ്രമം എന്ന് കേട്ടിട്ടുണ്ട്. ആ ആശ്രമത്തിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വചനം ഒരു കാര്യം അവിടെ ചുവരിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഫാദർ അദയോദാത്തൂസ് OCD ഡൈഡ് അറ്റ് മുതിയാവിള. മുതിയാവിളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വല്ലാത്ത ഒരു വികാരമായിരുന്നു മനസ്സിൽ വലിയച്ഛനെ കുറിച്ച്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് അദയോദാത്തൂസ് 1886 ജനുവരി മാസം 27-ാം തീയതിയാണ് ജനിച്ചത്. എൻ്റെ ജന്മദിനവും ജനുവരി 27-ആണ്. അങ്ങനെ ഒരു ആകർഷണവും എനിക്ക് ഇതിലുണ്ട്. പിന്നെ പിതാവ് എന്നെ എപ്പിസ്കോപ്പൽ ഡെലഗേറ്റായിട്ട് നിയമിച്ചപ്പോഴും പിതാവ് ചെയ്യേണ്ട ഒരു ജോലി എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് അധികാരപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് വളരെ സ്പീഡിലാണ് ഞാനത് ചെയ്തത്. കുറേ ദിവസം ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇവിടെ ഏതാണ്ട് 50-55ഓളം പേരുടെ മൊഴി ഞാൻ ഇവിടെ വെച്ചെടുത്തു. അമ്പൂരിയിൽ ഞാൻ പോയി അവിടെ 2-3 ദിവസം ഹോൾട്ട് ചെയ്ത് അവിടെ ഞാൻ മൊഴിയെടുത്തു. ഞാൻ കൊട്ടിയത്തുമായിട്ട് ഞാൻ കുറേ ദിവസം പോയി താമസിച്ച് കാര്യങ്ങൾ ചെയ്തു. ട്രിവാൻഡ്രം ഡയസിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളിടത്ത് ഞാൻ വെള്ളയമ്പലത്തൊക്കെ പോയി മൊഴിയെടുത്തു. അതിനുശേഷം കോട്ടയത്ത് ഞാൻ അമ്പൂരിയിൽ പണ്ടുണ്ടായിരുന്ന സിസ്റ്റേഴ്സിൻ്റെ സ്ഥലം, അപ്പോൾ അവിടെ പോയി മൊഴിയൊക്കെ എടുത്തു. ഇങ്ങനെ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. വൈവിധ്യമാർന്ന അച്ഛൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് ചിലരൊക്കെ മൊഴി തരുമ്പോൾ ഒരു 70-80 പേപ്പറിൽ നമ്മൾ എഴുതാൻ കാണും.
ഞാൻ ചിലർക്കൊക്കെ 2 ദിവസം എടുത്തു എനിക്ക് മൊഴിയെടുക്കാൻ. സോ അത്രമാത്രം അവർ പറയാനുണ്ടെന്ന് വരുമ്പം ഏകദേശം 325 ചോദ്യങ്ങൾ, അവയുടെ ഉപചോദ്യങ്ങൾ, ചില ചോദ്യങ്ങളിൽ പിന്നെയും ഉപചോദ്യങ്ങൾ, അങ്ങനെയുള്ള അത്രയും വിപുലമായൊരു ക്വസ്റ്റ്യനെയർ അത് പ്രിപ്പയർ ചെയ്ത് എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. ആവുന്നത്ര രീതിയിൽ, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാൻ അതിലേക്ക് ഇൻവോൾവായി. എനിക്ക് വലിയ ആഗ്രഹമാണ്. എനിക്ക് അന്ന് തുടങ്ങി വലിയ ശക്തി തന്നതായി തോന്നി. എൻ്റെ ഇടവക പ്രവർത്തനങ്ങളിടയ്ക്ക് ഇത് ഞാൻ റീജിയണൽ കോർഡിനേറ്റർ, ജുഡീഷ്യൽ വിക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അഭിനന്ദ പിതാവ് എന്നെ സഹായിച്ചു, സഹവികാരിമാരെയൊക്കെ തന്ന് എന്നെ വളരെയധികം സഹായിച്ചു. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ചെയ്യാനായിട്ട് ആലിംഗലച്ചൻ വൈസ് പോസ്റ്റലേറ്റർ നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. ഞാൻ മികവോടെ എൻ്റെ പ്രവർത്തനം പറയുന്ന ഒരാളെന്ന് പറയുന്നത് റവറൻ ഫാദർ ജോയ് സാബു ആണ്. അദ്ദേഹം അതിൻ്റെ നോട്ടറി, ഇതെല്ലാം റെക്കോർഡിങ് 2 രീതിയിലുള്ളത്, ഒന്ന് വീഡിയോ റെക്കോർഡിങ്, ഓഡിയോ റെക്കോർഡിങ്, അതുപോലെ തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യം അതിൽ ജോയ് സാബു അച്ഛൻ്റെയൊക്കെ സേവനം ഭയങ്കരമായിരുന്നു. അത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു. അത് സംതൃപ്തിയോടെ ചെയ്തു. അതിൻ്റെ റോമിന് അയച്ചു കൊടുത്തു. അവിടെ അവരത് ഓപ്പൺ ചെയ്തു. ഫയലിൽ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് വൈസ് പോസ്റ്റലേറ്റർ വഴിയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റായിട്ട് നമുക്കതിനകത്ത് ഇനി ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇനി അത്ഭുത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഈ കോർട്ട് വീണ്ടും കൂടേണ്ടി വരും. അതിൽ ഡോക്ടേഴ്സ്, നമ്മൾ ഡോക്ടർ പാനലുണ്ട്, ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അത് സയൻറ്റിഫിക്കായിട്ട് മെഡിക്കൽ ഫീൽഡിലെ ആളുകൾ നിന്ന് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള മിറക്കിളാണോ എന്നവർ പറയും. അതനുസരിച്ച് ഞാനത് സർട്ടിഫൈ ചെയ്ത് വീണ്ടും വിടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാധാരണക്കാരനായ, അസാധാരണത്വമൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനായിട്ടുള്ള വൈദികൻ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ പിതാവായി ലഭിക്കുന്നു. ഇപ്പോൾ സഹമെത്രാനാണെങ്കിലും കാലം കഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും നെയ്യാറ്റിൻകര രൂപതയെ നയിക്കാൻ വേണ്ടി വളരെ ശക്തനായ ഒരു പിതാവിനെ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് ലഭിക്കുകയാണ്. പിതാവെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഇത്രയും സമയം, ഒരു 3/4 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചാണ്. തീർച്ചയായും വളരെ നല്ല അനുഭവങ്ങളാണ് പിതാവ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ദിവസം കേൾക്കാത്ത പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമ്മുടെ വിശ്വാസ സമൂഹത്തിലേക്ക് ഇത് എത്തുമ്പോഴും അതൊരു പുതിയ അനുഭവമായിരിക്കും. ഇത്രയും സമയം നമ്മളോടൊപ്പം സമയം പങ്കുവച്ചതിന് പിതാവിൻ്റെ ഹൃദ്യമായ നന്ദി. നന്ദി. ഫോക്സ് ന്യൂസിന് എൻ്റെ എല്ലാവിധമായ ആശംസ. താങ്ക് യു പിതാവ്. താങ്ക് യു വെരി മച്ച്.